പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, മക്കൾ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനങ്ങളാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. അതൊരു വലിയ പരമാർത്ഥവുമാണ് താനും. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ കണ്ടുവരുന്നൊരു സംഗതിയുണ്ട്. നമ്മുടെ പല കുട്ടികളും വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വളരെ മോശമായി പെരുമാറുകയും പലരും യഥാർത്ഥ സത്യത്തിൻ്റെ വഴിയിൽ നിന്നും വിശുദ്ധിയുടെ വഴിയിൽ നിന്നും വ്യതിചലിച്ച് പോവുകയും ചെയ്യുന്നു. വീട്ടിൽ എത്ര വളരെ നന്നായിട്ട് വളർത്തിയാലും, എത്രമാത്രം പ്രാർത്ഥനയും വിശ്വാസ പരിശീലനവും പഠനങ്ങളും നൽകിയാലും കുട്ടികൾ പലപ്പോഴും വഴിപഴിച്ച് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പക്ഷേ നമ്മൾ ഒരു ചിന്തയ്ക്ക് വിശകലനം വിഷയീഭവിച്ചിട്ടുണ്ടാവില്ല. നാം ഇത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത് ഒരു കൗദാശിക കർമ്മമാണെന്നും ദൈവം വളരെയധികം വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മമാണ് മക്കളെ ജനിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇത്തരുണത്തിൽ ഓരോ മാതാപിതാക്കളും കിടപ്പറയിൽ മക്കളെ ജനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതുമായ ഓരോ മാതാപിതാക്കന്മാരും വ്യക്തമായി ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാം മാരകമായ പാപത്തിൻ്റെ പിടിയിലാണോ? ഈ മാരകമായ പാപമെന്ന് പറയുന്നത് പല രീതിയിലാവാം. ഒന്നുകിൽ വളരെ ശക്തമായ കടുത്ത വെറുപ്പ്, അതിശക്തമായ പൈശാചികമായ ബന്ധനം, അല്ലെങ്കിൽ ലൈംഗികമായ പാപത്തിൻ്റെ ബന്ധനം, പ്രത്യേകിച്ച് അശ്ലീല സാഹിത്യം അഥവാ പോർണോഗ്രാഫിയുടെ ശക്തമായ നീരാളി പിടുത്തത്തിൽ കിടക്കുന്ന ദമ്പതികൾ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കഠിനമായ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ, ഇങ്ങനെയുള്ളവർ ആ പാപം ശരിയായ രീതിയിൽ പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്ത് മോചിക്കപ്പെടാതെ അപ്രകാരമുള്ള രീതിയിലാണോ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ഈ കൗദാശികമായ കർമ്മം നിർവഹിക്കാനുള്ള ആത്മീയമായ യോഗ്യത തങ്ങൾക്കുണ്ടോ എന്ന ഒരു ബോധ്യം, എന്ന ഒരു പരിചിന്തനം മാതാപിതാക്കന്മാർ നടത്തിയിട്ട് മാത്രമേ അപ്രകാരമുള്ള ഒരു കർമ്മത്തിന് മുതിരാവൂ എന്നതാണ് എൻ്റെ വ്യക്തമായ ഭാഷ്യം. കാരണം ഇന്ന് നാം പല കുഞ്ഞുങ്ങളുടെയും വളർച്ചയുടെ ചില ഘട്ടത്തിലുള്ള അപചയത്തെ പരിശോധിച്ച് കഴിയുമ്പോൾ എത്ര നന്നായിട്ട് മാതാപിതാക്കന്മാർ വളർത്തിയാലും, എത്ര നല്ല മതബോധനവും ധാർമ്മിക ഉപദേശവും മറ്റുള്ള നല്ല മാതൃകകളും കാണിച്ചു കൊടുത്തിട്ടും വളർച്ചയുടെ ഒരു നിശ്ചിത ഘട്ടമാകുമ്പോഴത്തേക്കും നമ്മുടെ പല കുഞ്ഞുങ്ങളും വല്ലാതെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വഴിപിഴച്ചു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായിട്ട് നമുക്കത് പരിണമിച്ചേക്കാം. പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ കൗൺസിലിംഗ് സെൻ്ററുകളിലും കുഞ്ഞുങ്ങളെ എത്തിച്ചു കഴിയുമ്പോഴും ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ വീണ്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇവിടെയാണ് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതും. ജനിപ്പിക്കാൻ ശ്രമിച്ച ആ നിമിഷം, അതിൻ്റെ പരിശുദ്ധി, ഭാര്യയോ ഭർത്താവോ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളോ ഈ കൊടിയ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുകൊണ്ട് മക്കളെ ജനിപ്പിക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതുണ്ടാക്കാവുന്ന ദുരന്തപരമായ സ്വാധീനം. കാരണം അവിടെ പൈശാചികമായ സ്വാധീനം അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനം അതിശക്തമായ രീതിയിൽ ദമ്പതികളിൽ ഒരാളിലോ രണ്ടുപേരിലുമോ ഉണ്ടെങ്കിൽ അത് ജനിക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ജനിപ്പിക്കപ്പെടുന്ന നിമിഷം, ആ നിമിഷത്തിൽ മാതാപിതാക്കന്മാരുടെ ചിന്ത, അവരുടെ മനോഭാവം, മനോനില, അവരുടെ ശാരീരിക നില, ഇതെല്ലാം പല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുന്ന അമ്മ, ആ അമ്മയുടെ ചിന്താധാര. കുഞ്ഞ് ഗർഭത്തിലായിരിക്കുന്ന 9 മാസം മാതാപിതാക്കന്മാർ, വീട്ടിലുള്ള മറ്റംഗങ്ങൾ, അവരിൽ നിന്നും ആ ഗർഭിണിയായ അമ്മയ്ക്ക് ലഭിക്കുന്ന ആ തിക്താനുഭവങ്ങൾ, അതിലൂടെ ലഭിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, പലപ്പോഴും അതുമൂലമുണ്ടാകുന്ന വേദന, അതിൻ്റെ ജൈവശാസ്ത്രപരമായ സ്വാധീനം ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പൊക്കിൾ കൊടിയിലൂടെ, മറുപിള്ളയിലൂടെ ഈ കുഞ്ഞിലേക്ക് പരിണമിക്കാം, അത് കടന്നു വരാം. അതിൻ്റെ സ്വാധീനവും വളരെ ശക്തമായ രീതിയിൽ വളരുന്ന കുഞ്ഞിൽ പിന്നീട് അത് പല രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു, ഒരമ്മയ്ക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, ഒരമ്മയ്ക്ക് സങ്കടമുണ്ടാകുമ്പോൾ വ്യത്യസ്തമായ ഹോർമോണുകൾ, വ്യത്യസ്തമായ രാസവസ്തുക്കൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന ഒരവസ്ഥയിലും സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാസവസ്തു തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കും. അതേസമയം അതുപോലെ തന്നെ വളരെയധികം സുഖം തോന്നുന്ന അവസ്ഥയിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന രാസവസ്തുവിനെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മെലാട്ടോണിൻ, അങ്ങനെ പല രീതിയിലുള്ള പലതരം രാസവസ്തുക്കൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ തലച്ചോറിൻ്റെ വിവിധ മേഖലകളിൽ പോയി പ്രവർത്തിക്കുമ്പോഴാണ് സുഖവും സന്തോഷവും ദുഃഖവും നിരാശയും വേദനയൊക്കെ വ്യക്തികൾക്ക് അനുഭവപ്പെടുന്നതും. ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൽ എന്താണോ ഉണ്ടാകുന്നത്, ആ ഉണ്ടാകുന്ന വസ്തു ആ ഏതാനും നിമിഷങ്ങൾക്കകം ആ കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് പൊക്കിൾക്കൊടി വഴി എത്തുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമ്മയിൽ അത് ഉണ്ടാക്കുന്ന വികാരങ്ങൾ ഈ തലച്ചോറ് വളർച്ച പ്രാപിക്കുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിലും വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെയാണ് ഗർഭകാലം മുഴുവനും ദുഃഖം അനുഭവിച്ച് വളർന്ന ദുഃഖത്തിൻ്റെ പാതയിലൂടെ കടന്നുപോയ ഒരു അമ്മയുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമ്മ വളരെയധികം സന്തോഷിച്ചിരിക്കുമ്പോൾ, അമ്മ വളരെയധികം ആനന്ദിച്ചിരിക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലനം കുഞ്ഞിനുണ്ടാവാം. അതേപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന അമ്മ അശ്ലീല സിനിമകൾ കാണുകയോ, അതുപോലെ തന്നെ പൈങ്കിളി സിനിമകൾ കാണുക, അതുപോലെ വളരെ മോശമായ സാഹിത്യ കൃതികൾ വായിക്കുക, കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇത് കുഞ്ഞിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നാം അത് വളരെയധികം ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മായിയച്ഛൻ, അമ്മായിയമ്മ, അല്ലെ കുടുംബത്തിൽ നാത്തൂന്മാർ, മറ്റുള്ളവരിൽ നിന്നൊക്കെ ലഭിക്കുന്ന പീഡനങ്ങൾ, തിക്തമായ അനുഭവങ്ങളൊക്കെ ഈ ഗർഭിണിക്ക് വേദന ഉണ്ടാക്കുന്നതോടൊപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിലും വലിയ വേദനയും വലിയ മുറിവുകളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പല കുടുംബങ്ങളും അപ്രകാരമുള്ള പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പലപ്പോഴും കൗൺസിലിംഗ് സെൻ്ററുകളിൽ, പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കൗൺസിലിംഗ് നടത്തുമ്പോഴും ഈ കുഞ്ഞിൻ്റെ ബാല്യകാലത്തിൽ ഗർഭാവസ്ഥയിലുണ്ടായ പല മുറിവുകളും വെളിപ്പെടുത്തപ്പെട്ടു വരികയും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ ആത്മസൗഖ്യം, സമാധാനം, സന്തോഷം കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ നമ്മുടെ അനുഭവവേദ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരണത്തിൽ നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നുള്ളത് അത്യന്തം വിലപ്പെട്ട അമൂല്യമായൊരു നിമിഷമാണ്. അത് തമാശ കളിച്ചോ, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയിൽ, അതുമല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട്, അതുമല്ലെങ്കിൽ പോർണോഗ്രാഫിയുടെ സ്വാധീനത്തിൽ, പോർണോഗ്രാഫി എന്ന് പറയുമ്പോൾ അശ്ലീല സാഹിത്യം, ഇന്ന് വളരെ സാധാരണമായിട്ട് കിടപ്പറകളിൽ ദമ്പതികൾ യാതൊരു ലജ്ജയുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരുവിധ മറയുമില്ലാതെ ദമ്പതികൾ പരസ്പരം ആസ്വദിച്ചിരുന്ന് കാണുന്ന അശ്ലീലം, അതിനുശേഷം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിലൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഭയാനകമായ രീതിയിൽ ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തെ സ്വാധീനിക്കാം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല ദമ്പതികൾക്കും ഇതിനെപ്പറ്റി തികച്ചും അറിവില്ല എന്നുള്ളതും, പലപ്പോഴും നമ്മുടെ വിവാഹമൊരുക്ക ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി പരാമർശമില്ല എന്നുള്ളതും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് വളരെ ചിന്തനീയമായ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനിയുള്ള നമ്മുടെ വരുന്ന തലമുറയെങ്കിലും ആ തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുവാനായിട്ട്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളായിട്ട് അവർ വളർന്നു വരാനായിട്ട്, വിശുദ്ധിയുടെ പാതയിൽ അവർ ചരിക്കുവാനായിട്ട്, ആ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരും രോഗപ്രതിരോധ ശേഷിയുള്ളവരും ദൈവത്തെയും മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായ നല്ല മക്കളായിട്ട് വളർന്നു വരുവാൻ, സമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കും നല്ലവരായിട്ട് വളർന്നു വരുവാനായിട്ട് ഈ ജനിപ്പിക്കൽ പ്രക്രിയ പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിവിശുദ്ധിയോടുകൂടി നടത്തേണ്ടതാണെന്നുള്ളത് എല്ലാ ദമ്പതികളുടെയും, ഭാവി ദമ്പതികളുടെയും, ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.